പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. കറുത്തു ചടച്ച് എല്ലു പോലെയുള്ള സുശീല ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന കഥാപാത്രമായിരുന്നു അവകാശികൾ എന്ന നോവലിന്റെ തുടക്കത്തിൽ. സിനിമകളിൽ കാണുന്ന ആൾക്കൂട്ടങ്ങളിലെ ഒരു മുഖം പോലെ. പോകെ പോകെ സുശീലയുടെ സീനുകൾ കൂടി വരികയാണ്. പ്രേമത്തിൽ മാത്രം വിശ്വസിക്കുന്ന സുശീലയ്ക്ക് കാമത്തിൽ മാത്രം വിശ്വസിക്കുന്ന അശോകനെ മനസ്സിലാവുന്നില്ല. മലേഷ്യയിലെ മോഡേൺ ജീവിത സാഹചര്യങ്ങളിലും എണ്ണ തേച്ച് മുടി പിന്നി പൂവും ചൂടി നടക്കുന്ന തമിഴ് പെൺകുട്ടിയായ സുശീലയ്ക്ക് അതിർവരമ്പുകൾ തള്ളിക്കളയാതെ സംസ്കാരം കാത്തു സൂക്ഷിക്കണം എന്ന ചിന്താഗതിക്കാരിയാണ്. അതിരുകളില്ലാത്ത രതിയിൽ മാത്രം വിശ്വസിക്കുന്ന ജിമ്മിന് കാലം സമ്മാനിച്ച അനുഭവങ്ങൾ കൊണ്ടുള്ള മാറ്റം കൊണ്ട് അവളെ മനസ്സിലായി തുടങ്ങുന്നുണ്ട്. വായിക്കാം. അവകാശികൾ 1-ാം വോള്യം 4-ാം ഖണ്ഡം 1-ാം ഭാഗം 3-ാം അധ്യായം. സംഭാഷണം നിലനിർത്താൻ എല്ലാവരും ശ്രമിച്ചുവെങ്കിലും 2-3 മിനിറ്റ് കൂടുമ്പോൾ മൗനത്തിൽ ചെന്ന് അടിഞ്ഞുകൊണ്ടേയിരുന്നു. ആർക്കും അന്യോന്യം വിശേഷിച്ചൊന്നും പറയാനില്ലാത്തതുപോലെ അശോകൻ്റെ മുഖത്ത് നേരിയ അസുഖം നിഴലിക്കുന്നുണ്ട്. ഒരുപക്ഷെ പെൺകിടാങ്ങളോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ ധൃതിയായിരിക്കും. എന്നാൽ പിന്നെ തന്നെ എന്തിനു ക്ഷണിച്ചിരുത്തി? ഏതായാലും പോകാം. എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ സുശീല തടഞ്ഞു. എന്താ തിടുക്കം? തിടുക്കമുണ്ട്. ഈ കാര്യം ചോദിച്ചോട്ടെ? എന്താ? രാജിയുടെ പടം അടുത്ത് തന്നെ കോലാലംപൂരിൽ റിലീസാവുന്നുണ്ടെന്ന് കേട്ടു. രാജിയുടെ പേഴ്സണൽ അപ്പിയറൻസ് ഉണ്ടെന്നും വല്ലതും അറിഞ്ഞോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. തമാശ പറയാതിരിക്കൂ. സുശീല കഴുത്ത് വെട്ടിച്ച് ചിരിച്ചുകൊണ്ടൊരു നോട്ടം നോക്കി. ജിം അറിയാതിരിക്കില്ല. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. ആര് പറഞ്ഞു? തമിഴ് പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. കുറച്ചു മുൻപാണ് കണ്ടത്. ഓഹോ, എന്നോടൊന്നും പറഞ്ഞില്ല. ശരിക്കും അറിഞ്ഞില്ല? ഇല്ല. ശരിയാണോ എന്നറിഞ്ഞുകൂടാ. നാളെ രാജിയെ ഒന്ന് ടെലിഫോൺ ചെയ്യണം. രാജി നാളെ കോലാലംപൂർക്ക് പോവുകയാണ്. അശോക് അപ്രതീക്ഷിതമായി ഇടയിൽ കടന്നു പറഞ്ഞു. ഫോൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണതാണ് നല്ലത്. റെസ്റ്റ് ഹൗസിൽ ഫോണുണ്ടല്ലോ. സുശീല അശോകനെ നോക്കിയ നോട്ടത്തിൽ അമർഷത്തിന്റെ ലാഞ്ചനയുണ്ടെന്ന് തോന്നി. കുറച്ചു നേരമായി തോന്നുന്നു സുശീലയ്ക്ക് എന്തുകൊണ്ടോ അസ്വാസ്ഥ്യമുണ്ടെന്ന്. അശോകും മലായിക്കാരിയുമായിട്ടുള്ള കുഴച്ചിൽ ഇഷ്ടപ്പെടാത്തതുപോലെ. മലായിക്കാരി കുഴയുന്ന മട്ടുകാരിയാണെന്ന് കണ്ടാലേ അറിയാം. ശരി, നിങ്ങളിരുന്ന് വർത്തമാനം പറയും. ജിം എഴുന്നേറ്റു. ഞാൻ പോട്ടെ, പിന്നെ കാണാം. അശോക്, മറ്റതിന്റെ വിവരം അറിയിക്ക്. ശരി. കാലുറിയുടെ ബെൽറ്റൊന്നും മുറുക്കി നടക്കാൻ ആരംഭിച്ചു. നിൽക്കൂ ജിം. സുശീല എഴുന്നേറ്റു. ഞാനും വരാം. റെസ്റ്റ് ഹൗസിൽ കയറി രാജിക്ക് ഫോൺ ചെയ്യണം. പിന്നെ കാണാം സുലേഖ. ഓ, അപ്പോൾ മലായിക്കാരിയുടെ പേര് സുലേഖ എന്നാണ്. അശോക് അവളെ വളയ്ക്കാൻ പ്ലാനിടുകയാണെന്ന് സ്പഷ്ടം. വളയ്ക്കാതെ തന്നെ വളയുന്നവളാണ് അവൾ എന്നത് അതിലേറെ സ്പഷ്ടം. സുശീല അശോകനോട് യാത്ര പറഞ്ഞില്ല. തെറ്റിയുടെ പുറത്ത് റോഡ് മുറിച്ചു കടക്കാൻ കാത്തു നിൽക്കുമ്പോൾ ജിം ഇടക്കണ്ണിട്ട് അവളെ ഒന്ന് നോക്കി. അകമേ പ്രക്ഷുബ്ധയാണ് തീർച്ച. ഉള്ളിലെ മുറുക്കം മുഖത്ത് ദൃശ്യമായിരുന്നു. ഊഹിച്ചത് നേരാണ്. അശോകും സുശീലയും തമ്മിൽ അസ്വാരസ്യമുണ്ട്. പിക്നിക്കിന് ശേഷം ഇരുവരും തമ്മിൽ വലിയ ഇണക്കമായിരുന്നുവല്ലോ. ഇപ്പോൾ അശോക് സുശീലയോട് ഏറെ സംസാരിച്ചിരുന്നില്ല. സംസാരിച്ചത് തന്നെ തുറന്ന മനസ്സോടെ ആയിരുന്നില്ലെന്ന് തോന്നുന്നു. അവനും സുലേഖയും തമ്മിലുള്ള നോട്ടവും സംസാരവും സുശീലയ്ക്ക് തീർച്ചയായും രസിച്ചിരുന്നില്ല. എന്തു പറ്റി? സൗന്ദര്യപ്പിണക്കമാണോ? അതോ അവൻ സുശീലയെ തഴയുകയാണോ? ആവാം. ഇവളേക്കാൾ അഭികാമ്യയാണ് മലയായിക്കാരി. എന്തുകൊണ്ടും. വാഹനങ്ങളില്ലെന്ന് തിട്ടം വരുത്തി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ സുശീല ചോദിച്ചു, അശോക് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ഒരു പക്ഷേ കോലാലംപൂർക്ക് പോകുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. എന്താ? അവൾ മറുപടി പറഞ്ഞില്ല. മനസ്സിലിട്ട് എന്തോ കണക്ക് കൂട്ടുകയാണെന്ന് തോന്നി. മുഖം മുൻപത്തേലും അപ്രസന്നമായി തീർന്നിരിക്കുന്നു. എനിക്കറിയാം. റോഡിന്റെ മറുവശത്തെത്തിയ സുശീല ആരോടൊന്നില്ലാതെ പറഞ്ഞു. എനിക്കറിയാം എന്തിനാണ് പോകുന്നതെന്ന്. ജ്യേഷ്ഠന്റെ ഭാര്യയെ കൊണ്ടുപോകാനാണ്. അവളുടെ സ്വരത്തിലെ ചവർപ്പ് ശ്രദ്ധിക്കാത്ത മട്ടിൽ പറഞ്ഞു. അവർക്കെന്തോ അസുഖമുണ്ട്. എല്ലാം എനിക്കറിയാം. സുശീലയുടെ സ്വരത്തിൽ ചവർപ്പ് ഇരട്ടിച്ചിരുന്നു. അശോക് നുണയല്ലാതെ പറയില്ല.
നുണയോ? എന്തിന് നുണ? അശോക് പോകുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്. എന്ത് കാരണം? അതെന്നോട് ചോദിക്കണ്ട. പക്ഷെ എനിക്കറിയാം. ഇതിന്റെ പൊരുൾ മനസ്സിലാവുന്നില്ലല്ലോ എന്ന മട്ടിൽ തുറച്ചു നോക്കി ജിം. തീർച്ച പറഞ്ഞുകൂടെങ്കിലും ഊഹം തെറ്റുവാനിടയില്ലെന്ന് ബോധ്യമുണ്ടായിരുന്നു. അതവൾ അറിയണ്ട. സുലേഖയും അവധി കഴിഞ്ഞ് നാളെ മടങ്ങിപ്പോവുകയാണ്. ഉള്ളിലിരിക്കാത്ത മട്ടിൽ പറഞ്ഞുപോയി സുശീല. ആർക്കും അറിയില്ലെന്നാണ് അശോകിന്റെ വിചാരം. ചിരി വന്നതടക്കാൻ പണിപ്പെട്ടു. സുശീല അശോകനിൽ കലശലായ അനുരക്തയാണെന്ന് വ്യക്തം. പരിചയപ്പെട്ടിട്ട് ഏറെയൊന്നും ആയിട്ടില്ല. ബീച്ചിൽ വെച്ചാണ് അടുത്ത് പെരുമാറിയത്, ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്ര തീഷ്ണമായ പ്രേമമോ? പാപം, അശോകന് മനസ്സിലാക്കിയിട്ടില്ല. അവൻ സ്നേഹമുള്ളവനാണ്, കല്യാണം കഴിക്കും എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ടാവും. പാവം പെൺകിടാവ്. അശോകിന്റെ വേദാന്തമുണ്ടോ ഇവൾക്ക് മനസ്സിലാവുന്നു. ഏതായാലും യഥേഷ്ടം പ്രേമിക്കുക, വിവാഹം ബന്ധനമാണ് എന്ന തത്വം അംഗീകരിക്കാൻ അവൾ തയ്യാറാകുമോ? അത്ഭുതം അതല്ല, അവന് താൽക്കാലികമായിട്ടെങ്കിലും ഈ കാക്ക പോലെയുള്ള പെണ്ണിൽ താല്പര്യമുദിക്കാൻ സംഗതി എന്ത്? അവന്റെ ഭാഷയിൽ ചിന്തിച്ചാൽ ഭോഗിക്കാൻ പോലും കൊള്ളുന്നവളല്ലല്ലോ. പോയി ഫോൺ ചെയ്. റെസ്റ്റ് ഹൗസിന്റെ നടക്കല്ല് കയറുമ്പോൾ ജിം പറഞ്ഞു. ഞാൻ വരാന്തയിലിരിക്കാം. സംസാരം കഴിഞ്ഞാൽ ഒരു കപ്പ് കാപ്പി കുടിക്കുന്നതിൽ വിരോധമുണ്ടോ? വിരോധമില്ല, കുടിക്കാം. ശരി, എന്നാൽ അടുത്ത ആഴ്ച കാണാം, ജിം കപട ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോഴെങ്കിലും സ്വറപറച്ചിൽ കഴിയുമെന്ന് കരുതുന്നു. ഞാനൊരു ശുഭപ്രതീക്ഷകനാണ്. സുശീല ചിരിച്ചു. കറുത്ത മുഖം പല്ലിന്റെ വെണ്മ വർദ്ധിപ്പിക്കുന്നത് പോലെ തോന്നി. നീഗ്രോ പെൺകുടാങ്ങളുടെ കറുപ്പല്ല, അതൊരു പരുപരുത്ത കറുപ്പാണ്. സുശീലയുടെ കറുപ്പ് മയമുള്ളതാണ്. ഞാൻ 2 മിനിറ്റിനകം വരാം, സുശീല വാതി വെക്കുന്നത് പോലെ പറഞ്ഞു. അല്ലെങ്കിൽ കാപ്പി വാങ്ങിച്ചു തരണ്ട. ശരി, 2 ദിവസം കാത്തിരിക്കാം. അവൾ ചിരിച്ചുകൊണ്ട് ആഫീസ് മുറിയിലേക്ക് കടന്നുപോയി. വരാന്തയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തട്ടിക കൊണ്ട് മറിച്ചിരുന്ന ഒരു മൂലയ്ക്കൽ ചെന്നിരുന്നു ജിം. ചുമരിനോട് ചേർത്തിട്ട ചൂരൽ കസേരകളിലൊന്നിൽ. വരാന്തയുടെ തുറന്ന ഭാഗം ചൂടാറി തുടങ്ങിയ വെയിലത്ത് മയങ്ങിക്കിടക്കുകയാണ്. തിണ്ണയിൽ നിരത്തിവെച്ച പൂച്ചെടികളും തൂണുകളിൽ പടരുന്ന മണി പ്ലാന്റുകളും വാടിയിരിക്കുന്നു. പുറത്തെ പൂന്തോട്ടവും ഉച്ചമയക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. കാറ്റാടി അനങ്ങുന്നില്ല. ജെട്ടിയുടെ മോന്തായത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വെതർ ക്ലോക്കും നിശ്ചലമാണ്. ജെട്ടിയിൽ അശോകും സുലേഖയുമായി സല്ലപിക്കുകയാവും. ഏറ്റിയാൽ പൊട്ടുന്ന തരത്തിലുള്ള പെണ്ണ്. പാവം സുശീല. സുലേഖയോട് മത്സരിക്കുന്ന പ്രശ്നമേ ഇല്ല. ബോധയിൽ ഇറങ്ങും മുമ്പ് ബോധം കെട്ട് വീഴും. ദൈവം അവൾക്ക് വേണ്ടത്ര അംഗസൗഭാഗ്യം നൽകിയില്ല. ഉണക്കില പോലത്തെ പെണ്ണ്. സുലേഖ നേരെ മറിച്ചാണ്, കാലിഫോർണിയൻ പഴം പോലെ. മുഖവും മോശമില്ല. ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന കണ്ണുകൾ സദാ ക്ഷണക്കത്തയക്കുകയാണ്. അവളുടെ മുൻപിൽ സുശീല വെറും അശു. വിശേഷിച്ചും അശോകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണല്ലോ, ശരീരത്തിന്റെ ഇക്കിളി മാറ്റുക. രാജിയെക്കുറിച്ച് പോലും അവൻ പറഞ്ഞതല്ലേ. അവളെ ഭോഗിക്കാൻ എനിക്ക് വിരോധമില്ല. ഭോഗിക്കുക, യഥേഷ്ടം ഭോഗിക്കുക. യതി സ്വതന്ത്രമായിരിക്കണം. ഉച്ചശൃംഖലമായ രതി. താനും അതിൽ വിശ്വസിച്ചിരുന്നു. ഡേവ് വിൽസൺ എഴുതുന്നത് വേദവാക്യമാണെന്ന് കരുതിയിരുന്നു. അവതാറിന്റെ പ്രതികൾ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കാറുള്ളത്. ഹെയ്റ്റ് ആഷ്ബറി ഡിസ്ട്രിക്റ്റിൽ ചുറ്റി നടന്നിരുന്ന കാലത്ത് ചിട്ടയും മുറയുമില്ലാതെ എത്രയെത്ര പെൺകുട്ടികളോടൊത്ത് കൂത്താടിയിരിക്കുന്നു. അന്ന് അതാണ് ശരിയെന്ന് വിശ്വസിച്ചു. വിശ്വാസത്തിനൊത്ത് ജീവിച്ചു. മനുഷ്യൻ നിർമ്മിച്ച കൃത്രിമ മതിലുകൾ ചവിട്ടിപ്പൊളിക്കുകയാണെന്ന് ആത്മാർത്ഥമായിട്ടും ധരിച്ചു. പക്ഷേ ഇപ്പോഴിപ്പോൾ തോന്നുകയാണ് ആ ധാരണ ശരിയല്ലെന്ന്. ഇണചേർന്ന് ജീവിക്കുക എന്നത് മനുഷ്യൻ കൃത്രിമമായി സൃഷ്ടിച്ച നിയമമാണോ? അതല്ലേ സ്വാഭാവികം? അല്ലെങ്കിൽ സ്വതന്ത്ര പ്രേമത്തിന്റെ ശാർദുല ഭൂമികളിൽ യഥേഷ്ടം വിഹരിച്ചിട്ടും താൻ എന്തുകൊണ്ട് ഒടുവിൽ മെർലിൻ എന്ന ഒരുത്തിയിലേക്ക് ഒതുങ്ങി? ആരും നിർബന്ധിച്ചിട്ടില്ല, ഒരു നിയമത്തെയും വകവച്ചിട്ടുമല്ല. ബന്ധമില്ലാതെ അഥവാ സർവത്ര നൈമിഷിക ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അലഞ്ഞു നടക്കുമ്പോൾ ഏകാന്തതാ ബോധം ഉത്കടമാകുന്നു എന്നതല്ലേ ചായം പൂശാത്ത സത്യം? ഇണയെ സമ്പാദിക്കുന്നതും സ്നേഹിക്കുന്നതും ഏകാന്തതയ്ക്ക് പ്രതിവിധിയായിട്ടല്ലേ?
ഉത്പത്തി പുസ്തകത്തിൽ പറഞ്ഞത് ശരിയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഞാനവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. യഹോവയായ ദൈവം കാര്യവിവരമുള്ളവനായിരുന്നു. അദ്ദേഹം സ്ത്രീയെ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. അത്ഭുതം തന്നെ. വേദപുസ്തകത്തെക്കുറിച്ച് ഓർക്കാറേയില്ല. പക്കിൽ ചുവന്ന ചായം പൂശിയ സ്വർണ്ണലിപികളിൽ പേരടിച്ച കറുത്ത ചട്ടയുള്ള ഗ്രന്ഥം ഓർമ്മയിൽ ഉയർന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം പള്ളിയിൽ പോകാറുള്ളതും. അവരിപ്പോൾ മുറതെറ്റാതെ പോകുന്നുണ്ടാവും. അമ്മ ഭക്തയാണ്, നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടാവും തനിക്ക് വേണ്ടി. പള്ളിയിൽ എന്തെല്ലാം നേർച്ചകൾ കഴിപ്പിക്കുന്നുണ്ടോ ആവോ. അച്ഛൻ പള്ളിയിൽ പോകുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. കേവലം ചടങ്ങ്. കൂട്ടത്തിൽ മറ്റുള്ളവരുമായി ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയും ആവാം. അച്ഛൻ്റെയും അമ്മയുടെയും പോക്ക് എപ്പോഴും രണ്ടു വഴിക്കായിരുന്നു. ഉള്ളുകൊണ്ട് യോജിപ്പില്ലാതായിട്ട് ഏറെക്കാലമായിരിക്കുന്നു. ഭാഗ്യവശാൽ അഥവാ നിർഭാഗ്യവശാൽ തമ്മിൽ വേർപെട്ടിട്ടില്ലെന്നു മാത്രം. അമ്മയെല്ലാം സഹിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന വേദവാക്യം അനുസരിക്കുന്നു. അച്ഛനതൊന്നുമില്ല. ചീത്തപ്പേര് ബിസിനസ്സിന് നല്ലതല്ല. മാന്യനായ കുടുംബസ്ഥൻ എന്ന ധാരണ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നെങ്കിൽ പരീശന്മാരെ പോലെ ചോദിച്ചേനെ, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കാൻ മോശയെ കൽപ്പിച്ചത് എന്ത് എന്ന്. എത്രയോ ഭർത്താക്കന്മാർ അതിലും പിച്ചിലമായ കുതർക്കങ്ങൾ ഉന്നയിക്കുന്നു. അമേരിക്കയിലുണ്ടോ വിവാഹമോചനങ്ങൾക്ക് ക്ഷാമം? ദാമ്പത്യവാക്യമായ രതിബന്ധങ്ങളും സർവ്വസാധാരണമാണ്. ഇതിലൊന്നും അത്ഭുതമില്ല. അത്ഭുതം വാസ്തവത്തിൽ മറ്റൊന്നാണ്. ഇതൊക്കെയായിട്ടും 100ൽ 90 പേരും ഇണചേർന്ന് തന്നെയാണല്ലോ ജീവിക്കുന്നത്. ഒരു ബന്ധം തകർന്നാൽ മറ്റൊന്ന് സ്ഥാപിക്കാനാണല്ലോ വെമ്പൽ. വെറും സാമൂഹിക പാരമ്പര്യം മാത്രമാണെങ്കിൽ ഇണചേർന്ന് ജീവിക്കാനുള്ള വ്യഗ്രത ഇത്ര തീക്ഷ്ണമായിരിക്കുമോ? സാമൂഹിക രീതികൾ മാറി മറിഞ്ഞിട്ടും ഉലയാതെ നിലനിൽക്കുമോ? ഇല്ല, തീർച്ചയായും ഇല്ല. അപ്പോൾ ഒന്ന് തീർച്ച, ഇണചേർന്ന് ജീവിക്കാനുള്ള പ്രവണത നൈസർഗികമാണ്, ഒരാവശ്യവുമാണ്. എന്ന് വച്ചാൽ ഉച്ചശൃംഖലമായ രതി അസ്വാഭാവികമാണ്, തെറ്റാണ്. ആണോ? അതോ തൻ്റെ നോട്ടപ്പാടിൽ മാറ്റം വന്നതുകൊണ്ട് മാത്രം തോന്നുകയാണോ? അശോക് ആരോപിക്കുന്നത് പോലെ താൻ മാന്യതയുടെ മടിത്തട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണോ? ആവോ, വ്യക്തമല്ല. എന്നാലും കടിഞ്ഞാണില്ലാത്ത രതിയോട് വെറുപ്പ് തന്നെ തോന്നുന്നു. അത് മനുഷ്യനെ മൃഗത്തിലേക്ക് താഴ്ത്തുക അല്ല. മനുഷ്യനും അന്തിമ വിശകലനത്തിൽ മൃഗമല്ലേ? അതേ, സംശയമില്ല. തലച്ചോറുള്ള മൃഗം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോഴും മൃഗം തന്നെ. ശരി, പക്ഷെ അതുകൊണ്ട് മൃഗങ്ങളെ പോലെ തന്നെ പെരുമാറണമെന്നുണ്ടോ? വിവേകപൂർവം ജീവിക്കാനല്ലേ തലച്ചോറ്? വിവേകം, തലച്ചോറ്, ആരിതൊക്കെ നിശ്ചയിക്കുന്നു? ഒരുപക്ഷെ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ലേ കുഴപ്പമെല്ലാം? മൃഗങ്ങൾ എത്ര സമാധാനമായിട്ട് ജീവിക്കുന്നു. യുദ്ധം ചെയ്യുന്നില്ല, ഭക്ഷണത്തിനല്ലാതെ കൊല്ലുന്നില്ല, അണുകുണ്ടുകളും അവയെ വിക്ഷേപിക്കുന്ന വാണങ്ങളും ഉണ്ടാക്കാൻ മെനക്കെടുന്നില്ല. അവയ്ക്ക് ആഴ്ചയിൽ 6 പ്രാവശ്യം മനോരോഗ വൈദ്യന്മാരെ കാണേണ്ടി വരുന്നില്ല, ട്രാൻക്വിലൈസറുകൾ വിഴുങ്ങേണ്ടി വരുന്നില്ല. അവ തങ്ങളെ തന്നെ ഭ്രാന്താലയങ്ങളിലോ തടവറകളിലോ അടച്ചിടുന്നില്ല. എത്ര നൈസർഗികമാണ് അവയുടെ ജീവിതം. ബുദ്ധി ഉപയോഗിച്ച് വികസിച്ച ശരിയാണ് വരുന്നത്. വികസിച്ച് മനുഷ്യൻ എവിടെ എത്തി? നിരന്തരമായ വേദനയിൽ, നിലയില്ലാത്ത ദുഃഖത്തിൽ, അർത്ഥമില്ലാത്തതോരോന്ന് അന്വേഷിച്ച് ജീവിതം വ്യർത്ഥമാക്കുന്നു. മൃഗങ്ങളെക്കാൾ ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെട്ടതാണോ മനുഷ്യന്റെ ജീവിതം? മൃഗങ്ങൾ നിഷ്കളങ്കത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത സ്വർഗത്തിൽ ജീവിക്കുന്നു. മനുഷ്യൻ നൂലാമാലകളുടെ നരകത്തിലും. മൃഗമായി ജന്മം കൊണ്ട മനുഷ്യൻ മൃഗേതരത്വം കൈവരിക്കാൻ ശ്രമിച്ചതിന്റെ കെടുതിയാണിതൊക്കെയും. അവര് പോംവഴി ഒന്നേ ഉള്ളൂ, മൃഗീയതയിലേക്ക് മടങ്ങിപ്പോവുക, പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക. എന്താ, ഉറക്കമായോ? സുശീലയുടെ ചോദ്യം കേട്ട് കണ്ണു തുറന്നു.
2-3 ഉറക്കമേ കഴിഞ്ഞുള്ളൂ. എന്തേ ഇത്ര വേഗം അവസാനിപ്പിച്ചത്? രാജി അല്പം തിടുക്കത്തിലായിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ എടുത്തേനെ. സുശീല വെളുത്ത ദന്തനിര പ്രദർശിപ്പിച്ചു ചിരിച്ചു. രാജി നാളെ പോകുന്നുവെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. അപ്പോൾ അശോക് അത്ര വലിയ നുണയനല്ല. സുശീലയുടെ മുഖം ലജ്ജാരുണമായി. പടം അടുത്തു തന്നെ റിലീസ് ചെയ്യും. പക്ഷേ പേഴ്സണൽ അപ്പിയറൻസ് ഉണ്ടാവില്ലെന്നാണ് രാജി പറഞ്ഞത്. ആവട്ടെ. ജിം എഴുന്നേറ്റു. വരൂ, നമുക്ക് അകത്തു പോയി കാപ്പി കുടിക്കാം. ഓക്കെ. അവളെ മുൻനിർത്തി പിറകെ നടന്നു. റെസ്റ്റോറന്റ് ശൂന്യമായിരുന്നു. ബാർ തുറന്നിരുന്നില്ല. ഓർഡർ കൊടുക്കാൻ അടുക്കളയിൽ കടന്നു ചെല്ലേണ്ടി വന്നു. അടുക്കളയിൽ സിഗരറ്റ് വലിച്ച് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന ചീനന് അതത്ര രസിച്ചില്ലെന്ന് തോന്നി. കാപ്പിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ ജിം ചോദിച്ചു, ഞാനൊരു കൂട്ടം ചോദിക്കട്ടെ? സുശീല അശോകുമായി തെറ്റിയോ? വെട്ടിത്തുറന്നുള്ള ചോദ്യം അവളെ അമ്പരപ്പിച്ചുവെന്ന് തോന്നി. അവൾ വിടർന്ന കണ്ണുകൾ പലവട്ടം അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. അല്പം പരിങ്ങിയ ശേഷം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്തേ ചോദിക്കാൻ? സംശയം തോന്നി ചോദിച്ചു. മറുപടി പറയണമെന്നില്ല. വാസ്തവത്തിൽ ഞാൻ ചോദിക്കുകയേ പാടില്ലാത്തതാണ്. അത് സാരമില്ല. എന്തേ സംശയം തോന്നാൻ കാരണം? മുഖമുയർത്താതെ മേശവിരിയിൽ തെരിപ്പിടിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്. കാതിലെ ഞാത്തുകൾ തോളത്തു മുട്ടിയിരുന്നു. നീല സാരിയിൽ. എനിക്ക് അങ്ങനെയൊരു സംശയം തോന്നി. അശോക് ആരെയോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ജെട്ടിയിലേക്ക് വന്നത്. ഞാൻ വിചാരിച്ചത് മിസ് സുശീല ആയിരിക്കുമെന്നാണ്. പക്ഷേ ജിം മുഴുവനാക്കാതെ സുശീലയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അവൾ കണ്ണുകൾ പിൻവലിച്ച് സാരിത്തുമ്പ് വിരലിൽ ചുറ്റുകയും അഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കടും നീല സാരിയും അതേ നിറമുള്ള ബ്ലൗസും അവളുടെ കറുപ്പിനിഴക്കം കൂട്ടുന്നു. തോളല്ലുകളിലെ കുഴിയും ചടച്ച കഴുത്തും മാംസളമല്ലാത്ത മുഖവും ശരിക്കും ഒരു നോക്കുകുത്തി തന്നെ. തലമുടിയിലെ മെഴുക്ക് വെളിച്ചത്തിൽ മിന്നിയിരുന്നു. വാടിയ പൂവിന്റെ വാസന അവൾക്ക് ചുറ്റും തങ്ങി നിൽക്കുകയാണ്. മഞ്ഞ നിറത്തിലുള്ള വലിയ പൂക്കളാണ്. എന്നെ അല്ല പ്രതീക്ഷിച്ചിരുന്നത്, സുശീല പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ അബദ്ധത്തിൽ എത്തിയതാണ്. അശോക് കാത്തിരുന്നത് സുലേഖയ്ക്ക് വേണ്ടിയാണ്. ഓഹോ, ഞാൻ മറിച്ചാണ് വിചാരിച്ചത്. നിങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു? അതെന്നോട് ചോദിക്കരുത്. അവൾ മുഖമുയർത്തിയില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം. അശോകിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താണ് പറയേണ്ടതെന്നറിയാതെ മൗനം പാലിച്ചു. സ്വതേ തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ നേരിട്ടിട്ടുള്ള പരിചയമില്ല. പോരെങ്കിൽ സുശീല അമേരിക്കൻ പെൺകിടാങ്ങളെ പോലെയല്ല, ഇന്ത്യക്കാരിയാണ്. അവളുടെ സ്വഭാവവും മനോഗതിയും വീക്ഷണകോണും തനിക്ക് പിടികിട്ടാത്തതാണ്. വല്ലതും എഴുന്നള്ളിച്ച് അബദ്ധത്തിൽ ചാടാതിരിക്കുകയാണല്ലോ നല്ലത്. ഇപ്പോൾ എല്ലാം വ്യക്തമാവുന്നുണ്ട്, സുശീല തുടർന്നു. അശോകിന് ഇതൊക്കെ ഒരു കളിയാണ്. ലക്ഷ്യം കുറെ കൂടി ഉയരത്തിലാണ്. ലക്ഷ്യം ഉയരത്തിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം. സുശീല ചുവരുകൾക്ക് ചെവിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ സ്വരം താഴ്ത്തി. ആരോടും പറയരുത് കേട്ടോ. അശോക് രാജിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അതെയോ? ജിം അത്ഭുതം നടിച്ചു. ആര് പറഞ്ഞു? രാജിയാണോ? രാജിയോ? അല്ലേ അല്ല, രാജിയൊന്നും പറഞ്ഞില്ല. എങ്കിലും ഞാൻ അറിഞ്ഞു. അവൾ ശോകാത്മകമായി പുഞ്ചിരി തൂങ്ങി. എങ്ങനെ? അതോ? അവൾ ഒച്ച പിന്നെയും താഴ്ത്തി. അറിയാമോ, ഞങ്ങളുടെ ഡിഒ രാജിയുടെ അച്ഛനാണ്. അതെനിക്കറിയാം. അശോകിന്റെ അമ്മാമനൊരാളില്ലേ, പെട്ടത്തലേൻ. അദ്ദേഹം ഡിഒവിനോട് ഇക്കാര്യം പറയണത് ഞാൻ കേട്ടു. ഉവ്വോ? എപ്പോ? 2 ദിവസം മുമ്പ്. കാര്യം ഏതാണ്ട് എല്ലാം തീരുമാനമായ മട്ടാണ്. ഓഹോ, എന്നിട്ട് അശോകൻ സുശീലയോടൊന്നും പറഞ്ഞില്ലേ? ചോദിച്ചു നോക്കിയോ? ഇല്ല. ചോദിച്ചാലും പറയില്ല. ഞാനൊട്ട് ചോദിക്കാനും പോണില്ല. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ കാണിച്ചു കൊടുക്കാം. മുറിവേറ്റ തള്ളപ്പുലിയുടെ ക്രൗര്യമുണ്ടായിരുന്നു സുശീലയുടെ കണ്ണുകളിൽ. എന്ത് ചെയ്യാനാണ് പാവം? അത് ഞാൻ പറയില്ല. സമയം വരുമ്പോൾ ചെയ്യും. ആരും എനിക്കൊന്നും പഠിപ്പിച്ചു തരണ്ട. എന്താ ചെയ്യാൻ പോണതെന്ന് എനിക്കറിയാം. ജിം ചിരിച്ചു. പക്ഷെ അതിന്റെ ആവശ്യം വരില്ല. എന്താണെന്ന് വെച്ചിട്ടാ? ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് ആലോചിച്ചാൽ അറിഞ്ഞൂടെ? അശോകന്റെ ചെയ്തികൾ രാജിയോട് പറയുക, അല്ലേ? അത് തന്നെയായിരുന്നു അവളും കരുതിയിരുന്നതെന്ന് മുഖഭാവം വ്യക്തമാക്കി. എങ്കിലും അതല്ല, വേറെയും പല ആയുധങ്ങൾ കയ്യിലുണ്ടെന്ന് ധരിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലാതെയും വഴികളുണ്ട്. ഏതായാലും അതൊന്നും വേണ്ടി വരില്ല. കാരണം
മനഃപൂർവ്വം പാതിക്ക് വെച്ച് നിർത്തി. സുശീല മുഖം പൊക്കി ഉത്കണ്ഠയോടെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി. കാരണം ജിം സാവധാനത്തിൽ തുടർന്നു. അവന് രാജിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. എന്ത്? സുശീലയുടെ മുഖത്ത് അവിശ്വസനീയത. അതെ, അവനൊട്ടും തന്നെ ആഗ്രഹമില്ല. എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണാലോചന അവന്റെ അമ്മയുടെ ഏർപ്പാടാണ്. എനിക്ക് വിശ്വാസമില്ല. സുശീല കീഴ്ചുണ്ടിന്റെ ഒരു വശം കടിച്ചു വിട്ടു. അശോക് നുണ പറഞ്ഞതാവും. അല്ല, സത്യമാണ്. അതെങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. രാജി സുന്ദരിയാണ്, ധാരാളം പണമുണ്ട്, ബാല്യകാല സഖിയാണ്. അതൊക്കെ ശരി തന്നെ. ജിം താടി തലോടി. പക്ഷെ അവനതിൽ കല്യാണത്തിൽ താല്പര്യമില്ല. എങ്ങനെയാണ് ഇത് വിശദീകരിച്ചു തരിക എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ശ്രമിക്കാം. അവൻ അവളുടെ പണവും സൗന്ദര്യവും ഒക്കെ ഇഷ്ടമാണ്. രണ്ടും ആസ്വദിക്കാൻ സന്നദ്ധവുമാണ്. പക്ഷെ വിവാഹം ചെയ്യാൻ അവൻ ആഗ്രഹമില്ല. രാജിയെന്നല്ല, ഒന്ന് സംശയിച്ച് നിന്ന ശേഷം തുടർന്നു. ആരെയും എന്നുവെച്ചാൽ വിവാഹം എന്ന പ്രസ്ഥാനത്തിൽ അവൻ വിശ്വസിക്കുന്നില്ല. സുശീലയുടെ മുഖത്ത് തെളിഞ്ഞ അമ്പരപ്പ് ജിമ്മിനെ രസിപ്പിച്ചു, വേദനിപ്പിച്ചു. തീർച്ചയായും ഇവൾ നിഷ്കളങ്കയാണ്. അശോകനെ പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പാവം. എനിക്ക് മനസ്സിലാവുന്നില്ല. സുശീല താടിക്ക് കൈകൊടുത്ത് മേശവിരിപ്പിലേക്ക് തുറച്ചു നോക്കി. എന്താണ് ഇതിന്റെ അർത്ഥം? മനസ്സിലാവാത്തതിൽ അത്ഭുതമില്ല. അവൻ വിശ്വസിക്കുന്നത് വിവാഹത്തിലല്ല, സ്വതന്ത്രമായ സ്നേഹത്തിലും സ്വതന്ത്രമായ രതിയിലുമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. പക്ഷെ നിങ്ങളെപ്പോലെ സ്വഭാവശുദ്ധിയുള്ള ഇന്ത്യൻ പെൺകിടാങ്ങൾക്ക് അത് മനസ്സിലാവില്ല. മനസ്സിലാവാതിരിക്കുന്നതാണ് നല്ലത്. സുശീലയുടെ വിടർന്ന കണ്ണുകൾ അല്പം കൂമ്പുകയും മുഖം കുനിയുകയും ചെയ്തു. കറുത്ത കവിളുകൾ കൂടുതൽ കറുത്തു. അവൾ മിണ്ടാതെ സാരിത്തുമ്പിൽ തെരിപ്പിടിച്ചു. ജിമ്മിന് സഹതാപം തോന്നി. ഒരുപക്ഷെ താൻ പറഞ്ഞത് അവൾക്ക് നേരിട്ട് അനുഭവപ്പെട്ടതുമാവാം. അശോക് കൈവയ്ക്കാൻ ശ്രമിച്ചിരിക്കാം. അതാവാം തമ്മിൽ തെറ്റാനുള്ള കാരണം. എന്നാൽ അങ്ങനെ കൈവയ്ക്കാൻ തോന്നിക്കുന്ന ഗുണങ്ങളൊന്നും തന്നെ ഇവളിൽ ഇല്ലല്ലോ, ഈ ഉണക്കച്ചുള്ളിയിൽ. പാശ്ചാത്യ നാടുകളിലെ കഥ എനിക്കറിയില്ല. അല്പസമയത്തിന് ശേഷം സുശീല നീറ്റം സ്ഫുരിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് സന്മാർഗബോധം തീരെ നശിച്ചിട്ടില്ലെന്നത് വാസ്തവമാണ്. അതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ പാലിച്ചേ വെക്കൂ. അത് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ, ജിം സമാശ്വസിപ്പിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. കുത്തഴിഞ്ഞ ജീവിതം ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. ഒരു കാലത്ത് അതൊക്കെ അഭികാമ്യമാണെന്ന് ഞാൻ കരുതിയിരുന്നു. അതാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ദുരന്തം കാണാനും എനിക്ക് കഴിഞ്ഞു. അതൊക്കെ വിഡ്ഢിത്തമാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വയം ചോദിച്ചു, താനിതൊക്കെ ഇവളോട് എന്തിനു പ്രസംഗിക്കുന്നു? ഇവിടെ മലേഷ്യയിൽ ഞങ്ങൾ ഇന്ത്യയിലെ പോലെ വാതിലിന് പിന്നിൽ ഒളിച്ചിരിക്കാറൊന്നുമില്ല. സുശീല മുഖമുയർത്താതെ പറഞ്ഞു. യുവാക്കളുമായി നിർബാധം കൂടിക്കലരും. പണ്ടത്തെ പോലെ അച്ഛനമ്മമാർ നിശ്ചയിക്കുന്ന വിവാഹത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ പ്രേമിച്ച് വിവാഹം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, ഞങ്ങൾ തമിഴ് പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഒരിക്കലും അതിർത്തി ലംഘിക്കാറില്ല. അവൾ നനവുറ്റ കണ്ണുകൾ പതുക്കെ ഉയർത്തി സാവധാനത്തിൽ തുടർന്നു. പക്ഷെ സുലേഖയെ പോലുള്ളവർക്ക് അങ്ങനത്തെ കോച്ചിലുകളൊന്നുമില്ല. മറുപടി ഒന്നും പറഞ്ഞില്ല. സുശീലയ്ക്ക് ഉള്ളിൽ നന്നേ വേദനയുണ്ടെന്ന് വ്യക്തം. ജെട്ടിയിലിരുന്ന് സല്ലപിക്കുന്ന അശോകിന്റെയും സുലേഖയുടെയും ചിത്രം കൺമുന്നിൽ ഉയർന്നു. അവൾ അശോകിനോട് ഒട്ടിച്ചേർന്നായിരിക്കും ഇരിക്കുക. അശോകിന്റെ കൈവിരലുകൾ അവളുടെ വളവുകളിൽ ഇക്കിളി ഉയർത്തി സഞ്ചരിക്കുന്നുണ്ടാവും. ഒന്നിനും മടിക്കാത്തവളാണെന്ന് അവളെ കണ്ടാലേ അറിയാം. അശോക്, എന്താ ഈ കാപ്പിക്കാരനെ കാണാത്തത്? സുശീല അശോകിനോടുള്ള അമർഷം ചീനനോട് പോക്കുന്നത് പോലെ പറഞ്ഞു. ഉറങ്ങുകയാവും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. എഴുന്നേറ്റ് സുശീലയുടെ സാന്നിധ്യത്തിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ഒഴിഞ്ഞു മാറേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നി. കാപ്പി കുടി കഴിഞ്ഞ് സുശീല പിരിഞ്ഞു പോയപ്പോൾ ജിം സാവധാനത്തിൽ പാർക്കിലേക്ക് നടന്നു. മനസ്സിലാകപ്പാടെ വല്ലായ്മ തോന്നിയിരുന്നു. പാവം സുശീല. സ്നേഹിക്കാൻ കണ്ടെത്തിയത് അശോകിനെയാണ്. അശോക് അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ വിചാരിച്ചു പോയി. പാവം, അവന്റെ കാര്യം പോട്ടെ, ആരെങ്കിലും അവളിൽ അത്ര എളുപ്പം അനുരക്തനാവുമോ? കണ്ടാൽ എന്തെങ്കിലും ഒരു ആകർഷകത്വം വേണ്ടേ? അശോകനാണെങ്കിൽ അനുരാഗം ഒരു പ്രശ്നമല്ല. വിവാഹത്തോട് വെറുപ്പാണ്. കല്യാണത്തിന് തയ്യാറല്ല. ഭോഗിക്കാൻ സമ്മതമാണ്. രാജിയെപ്പോലും. ഭോഗത്തോടുള്ള അമിതമായ കമ്പം കൊണ്ടാണോ
ആണെന്ന് തോന്നുന്നില്ല. സാധാരണ അർത്ഥത്തിൽ വിഷയലംബടനല്ല അവൻ. സ്വതന്ത്രമായ ഭോഗം ഒരു പരിഷ്കാരമായി സ്വീകരിച്ചിരിക്കുകയാണ്. ഹിപ്പികളുടെ ആദർശം അതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഹിപ്പികളിൽ ചിലരെങ്കിലും പൗരസ്ത്യ വിവാഹ ആദർശങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ള വിവരം അശോക് അറിഞ്ഞിട്ടില്ലായിരിക്കാം. പ്രേമിക്കാതെ ജാതകപ്പൊരുത്തം നോക്കി ഹിന്ദുമത ചടങ്ങുകളോടെയുള്ള വിവാഹങ്ങൾ. ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിൽ തെളിഞ്ഞ ദിവസം പന്തലിച്ച വൃക്ഷങ്ങളുടെ നിഴലിൽ സൂര്യകിരണങ്ങൾ പൊൻപൂക്കൾ വിതർന്നു. പുല്ലിൽ ചമ്രം പണിഞ്ഞിരിക്കുന്നവരുടെ ശിരസിലും 10-50 പേരുണ്ട്. ഒരു ഗോത്രം അങ്ങനെ തന്നെ. വിവാഹ കർമ്മം നടക്കുകയാണ്. വധുവും വരനും ചമ്രം പടിഞ്ഞിരിക്കുന്നു. അവർക്കിടയിൽ പൂജാരിയായ ഗുരുവും. വരന്റെ തോളോളം വീണുകിടക്കുന്ന മുടിയിൽ ഡെയ്സിപ്പൂക്കളുണ്ട്. വധു ഉരുക്കിയ പൊന്നിന്റെ നീർച്ചാട്ടം പോലെയുള്ള ലില്ലിപ്പൂ മാലകൾ ഞാത്തിയിരിക്കുന്നു. കഴുത്തിൽ പവിഴ നിറത്തിലുള്ള കല്ലും മാലയും ഇവർക്കുമുണ്ട്. വധുവിന്റെ കയ്യിൽ പൂച്ചെണ്ടും. ഇരുവരും തല കുനിച്ചിരുന്ന് ഗുരു ഉരുവിടുന്ന മന്ത്രങ്ങൾ ആവർത്തിക്കുകയാണ്. ഗുരുവിന്റെ മുടിയിൽ ചുമപ്പ് റോസാപ്പൂക്കൾ. ഊത നിറത്തിലുള്ള ലോഹ പോലെ നീണ്ട കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ പരുപരുത്ത ഇന്ത്യൻ രുദ്രാക്ഷമാലയും. അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു തളിക നിറയെ പൂക്കളുണ്ട്. അതിന്റെ സമീപത്തൊരു പുസ്തകം, കൊളുത്തിയ ഓട്ടുവിളക്ക്, പുകയുന്ന ചന്ദനത്തിരി, കൈമണികൾ. ഓം ഭൂഹു. ആചാര്യൻ ഉറക്കെ ജപിക്കുന്നു. മറ്റുള്ളവരും ചേരുന്നു. തുടരെ തുടരെ 6-7 വട്ടം. പൂജാരി കണ്ണു തുറന്ന് പുസ്തകം എടുത്ത് നിവർത്തി വായിക്കുന്നു. സങ്കീർത്തന പുസ്തകമല്ല, വേദപുസ്തകവുമല്ല, ഏതോ പൗരസ്ത്യ ഗ്രന്ഥമാവണം. വായന തീർന്നതും മണിയെടുത്തു കുലുക്കുന്നു. പൂവെടുത്ത് വധൂവരന്മാരുടെ നെറ്റിയിൽ വിതറുന്നു. അവരുടെ കൈകൾ കോർത്തു പിടിക്കുന്നു. അടുത്തുള്ള കൃത്രിമ പൊയ്കയിലെ അരയന്നങ്ങൾ ഒച്ച കേട്ട് പകച്ച് നീന്തിപ്പോകുന്നു. ഒരു വിവാഹം കഴിഞ്ഞു. കുട്ടികളുടെ മൃഗശാലയിൽ നിന്നുള്ള പൊട്ടിച്ചിരികളും കൂക്കുവിളികളും 5th അവന്യൂവിലെ വാഹനങ്ങളുടെ ചീറലും മാത്രം അന്തരീക്ഷത്തിൽ ഉയരുന്നു. അന്ന് അത് കൗതുകകരമായൊരു കാഴ്ച മാത്രമായിരുന്നു. അപരിചിതമായ വിചിത്രമായൊരു ചടങ്ങ്. പിന്നീടാണ് ചിന്തിപ്പിക്കുന്ന ഒരു പ്രശ്നമായി തീർന്നത്. എന്തിനവർ വിവാഹം ചെയ്തു? കടിഞ്ഞാണിടാത്ത രതി സ്വർഗമായി കണ്ടിരുന്നവർ എന്തിനാ ജീവിതത്തോട് വിട ചൊല്ലി? സാമൂഹിക ജീവിതത്തെ ചവിട്ടി മെതിച്ചവരാണ്. സമൂഹത്തിന്റെ നിയമങ്ങളെ ചീന്തി എറിഞ്ഞവരാണ്. യഥേഷ്ടം ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ്. എന്നിട്ടും അവരെന്തിന് ഇണചേർന്ന് ജീവിക്കാൻ തീരുമാനിച്ചു? മാന്യത തേടിയാണോ? ആവാൻ വഴിയില്ല. മാന്യത എന്ന് പറയുന്നത് കാപട്യം മാത്രമാണെന്ന് ബോധ്യപ്പെട്ട് അതിന്റെ പ്രലോഭനങ്ങളിൽ പെടാതെ എല്ലാം ഉപേക്ഷിച്ച് തെരുവിലിറങ്ങിയവരാണല്ലോ. പിന്നെ പാർക്കിന്റെ അടുത്തെത്തിയപ്പോൾ ഉള്ളിലേക്ക് കടന്നില്ല. പകരം കായലിന്റെ വക്കത്തെ അരമതിലിൽ ചെന്നിരുന്നു. വെയിലിന്റെ ചൂട് നഷ്ടപ്പെട്ടിരുന്നു. കായൽ ശാന്തമെങ്കിലും തീത്തകിട് പോലെ തിളങ്ങിയിരുന്നു. കാറ്റുകൊള്ളാൻ വരുന്നവർ പാതവക്കത്തെ ബെഞ്ചുകളിൽ സ്ഥാനം പിടിച്ചു തുടങ്ങിയിരുന്നു. വൃദ്ധന്മാർ, ചെറുപ്പക്കാർ, മുട്ടിച്ചേർന്നിരിക്കുന്ന ഇണകൾ. കണ്ണിലെ കരടിറക്കം പോലെ മനസ്സിൽ വീണ്ടും പഴയ ചോദ്യം ശല്യപ്പെടുത്തി. മനുഷ്യന്റെ സ്വാഭാവികമായ ചായ്വ് ഇണചേർന്ന് ജീവിക്കാനല്ലേ? പ്രകൃതി അതല്ലേ വിധിച്ചിട്ടുള്ളത്? സ്ത്രീയും പുരുഷനും ഇണചേർന്ന് ജീവിച്ചാലല്ലാതെ സ്വന്തം വർഗം നിലനിൽക്കാൻ ഒക്കുമോ? അതിനുവേണ്ടി പ്രകൃതി എന്തെല്ലാം ഉപാധികൾ ഒരുക്കിയിട്ടില്ല. മനുഷ്യന് സ്നേഹിക്കാനുള്ള കഴിവ് നൽകി. രതികാംക്ഷയെ സ്നേഹത്തിന്റെ അനുബന്ധമാക്കി. കാമമെന്ന മൃഗീയ ചോദനയുടെ അടിത്തറയിന്മേൽ പ്രേമമെന്ന ദൈവിക ഭാവം പടുത്തുയർത്തി. അതില്ലെങ്കിൽ മനുഷ്യജീവിതം എത്ര വിരസമാവുമായിരുന്നില്ല. രതി സന്തതി ഉൽപാദനത്തിന് മാത്രമാണെങ്കിൽ മൃഗങ്ങളുടെ ജീവിതക്രമം ധാരാളത്തിലധികമല്ലേ? വർഷത്തിലൊരിക്കലോ മറ്റോ പുളപ്പെടുക്കുക, അപ്പോൾ മാത്രം ബന്ധം പുലർത്തുക. മനുഷ്യന്റെ ക്രമം അതല്ല. രതി 2 വ്യക്തികളെ ചേർത്ത് നിർത്തുന്ന പശയാണ്. സ്ത്രീ പുരുഷന്മാർ എപ്പോഴും മേളിക്കാൻ സന്നദ്ധരാണ്. ഉത്പാദനക്ഷമമായ ഹ്രസ്വകാലത്തിനകത്തും പുറത്തും. എന്തുകൊണ്ട്? എന്തിന്? മറ്റൊന്നിലും കാണാത്ത ആനന്ദം രതിയിൽ എന്തിന് തീവ്രമാക്കി? അതിലൂടെ 2 ശരീരങ്ങളെ, 2 ഹൃദയങ്ങളെ, 2 ആത്മാക്കളെ ഉരുക്കിയെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. ഒന്നും കാണാതെ പ്രകൃതി യാതൊന്നും ചെയ്യുകയില്ല. മനുഷ്യന്റെ രതി ജീവിതത്തിലെ സവിശേഷതകൾക്കും പ്രത്യേക ലക്ഷ്യമുണ്ടാവണം. ഉണ്ട്. ഇണകളെ തമ്മിൽ പിരിയാതെ ജീവിക്കുന്നതിന് പ്രേരിപ്പിക്കൽ. ഇണക്കിയത് ദൈവമോ പ്രകൃതിയോ ആവട്ടെ, അതിനുപയോഗിച്ച വിളക്കുപൊടി രതിയാണ്. രതി പാവനമാണ്. ആലോചന എങ്ങോട്ടൊക്കെയോ പാഞ്ഞു പോവുകയാണെന്ന് തോന്നിയപ്പോൾ കടിഞ്ഞാണിട്ടു.
ശ്രദ്ധ മറ്റൊരു വഴിക്ക് തിരിക്കാൻ കീശയിൽ നിന്ന് കടലാസ് എടുത്ത് നിവർത്തി. കടൽക്കാറ്റിൽ മറിഞ്ഞ പേജുകൾക്കിടയിൽ നിന്ന് ഒരു ചിത്രം എത്തി നോക്കി. തലയിൽ ഉച്ചിക്കുടുമ വെച്ചവരുടെ ചെറിയൊരു സംഘം. ചോടെ വലിയൊരു തലക്കെട്ടുണ്ട്: അമേരിക്കയിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ മലേഷ്യയിലേക്ക്. പത്രം മടക്കി ഒതുക്കി പിടിച്ച് റിപ്പോർട്ട് വായിച്ചു. പെനാങ്, ബുധനാഴ്ച. അമേരിക്കയിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽപ്പെട്ട ഭക്തസംഘം അടുത്തു തന്നെ ഒരു മലേഷ്യൻ പര്യടനത്തിന് വേണ്ടി പെനാങ്ങിലെത്തുന്നുവെന്നറിയുന്നു. ദിവ്യശ്രീ ഭക്തിവേദാന്ത സ്വാമികളുടെ ശിക്ഷ പരമ്പരയിൽപ്പെട്ട ഈ അമേരിക്കൻ ഹിന്ദുക്കൾ ഇപ്പോൾ തായ്ലൻഡിൽ കൃഷ്ണബോധം പ്രചരിപ്പിക്കുകയാണ്. സംഘത്തിൽ 4-5 പെൺകുട്ടികളുമുണ്ട്. മലേഷ്യയിലെ 2 മാസത്തെ പര്യടനത്തിൽ സംഘം പെനാങ്ങിന് പുറമെ തൈപ്പിംഗ്, ഇപ്പോ, കോലാലംപൂർ, മലാക്ക, സെറമ്പാൻ, ജോഹർ ബാറു തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിക്കുന്നതാണ്. തുടർന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ കയറുന്നതായിരിക്കും. സ്വന്തം ലേഖകൻ വീണ്ടും ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ലാടം പോലെ കയറിട്ട് ഭക്തിപരവശരായി നൃത്തം ചെയ്യുന്ന പുരുഷന്മാരുടെ പിന്നിൽ 2 സ്ത്രീകളെ കാണാം. പക്ഷേ മുഖം മറഞ്ഞിരിക്കുന്നു. അസംഗതമാണെന്ന് മനസ്സു പറഞ്ഞുവെങ്കിലും അവരിൽ ഒരാൾ മെർലിൻ ആയിക്കൂടെ എന്ന ശങ്ക ഉള്ളിൽ ഉദിക്കാതിരുന്നില്ല. എത്ര സൂക്ഷിച്ചു നോക്കിയാലും മറഞ്ഞിരിക്കുന്ന മുഖങ്ങൾ ദൃശ്യമാവില്ലെന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീ രൂപങ്ങളെ മാറി മാറി കൗതുകത്തോടെ ഉറ്റുനോക്കി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1-ാം ഭാഗം ഇവിടെ കഴിയുകയാണ്. 4-ാം ഖണ്ഡത്തിന്റെ 2-ാം ഭാഗവുമായി വേഗം എത്താം. താങ്ക് യു.